സുരേഷ് ഗോപി ആദ്യമായിട്ട് 1 മുതൽ 0 വരെ ഡബിങ് ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സുരേഷ് ഗോപി ആ പ്രസാദ് സ്റ്റുഡിയോയുടെ പടി കയറി മുകളിൽ പോകണം, ലിഫ്റ്റൊന്നുമില്ല അവിടെ. അപ്പോൾ പടിയുടെ അവിടെ ഇങ്ങനെ നിൽക്കും, കാത്ത് ഇങ്ങനെ. ഒരു സീനേലും അഭിനയിച്ചിട്ടുള്ളൂ. കണ്ടിട്ടില്ലേ സിനിമ? കുറച്ച് ദിവസം മുമ്പ് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ചേട്ടൻ ഒരു മണി ഓർഡർ അയച്ചിരുന്നില്ലേ? അത് ഞാനാ പോസ്റ്റ് ചെയ്തത്. ആ ബീച്ചിൽ അല്ലേ, ഇങ്ങനെ ഇയാളെപ്പോഴും ആരോ നമ്മളെ ഒളിഞ്ഞു നോക്കുന്നടി, അയാൾ ആരാണോ, ഇയാളാണോ ഇനി ഫോൺ ചെയ്യുന്നത് എന്നൊക്കെ ശാരി ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പക്ഷെ ശ്രദ്ധിച്ചില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ ദിവസവും ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ആ സിനിമ ഡബ് ചെയ്യുമ്പോൾ ഞാൻ 6 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ദിവസവും നിൽക്കുന്നതെന്ന്. ഞാനിതിലൊരു സീൻ അഭിനയിച്ചിട്ടുണ്ട്, അതൊന്ന് ഡബ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അതിനകത്ത് കയറിയിരുന്നൂടെ, അകത്ത് കയറ്റുമോ എന്തോ. അപ്പം ഞാൻ രാജീവാണ് അതിൽ, ജിജോയുടെ TK രാജീവ്. അപ്പം ഞാൻ ജിജോ എടുത്തോണ്ട് ആ പയ്യൻ, അങ്ങനെയാണ് പറഞ്ഞ പയ്യൻ വെളിയിൽ നിൽക്കില്ലേ, അതിനകത്ത് കയറിക്കോ, കുറച്ചു നേരം അവിടെ ഇരുന്ന് കണ്ടു പഠിക്കട്ടെ, കയറിക്കോട്ടെ. ഞാൻ പറഞ്ഞു അകത്ത് കയറിക്കോ. ഞാനും പാവം അകത്ത് വന്ന് ഒരു പിടിയില്ലായിരുന്നു ഡബിങ് എന്താന്ന്. പക്ഷെ അവിടെ നിന്ന് കുറേ നേരം നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് ചെയ്തത് കേട്ടോ. പക്ഷെ അയാളുടെ ഒരു വാശി ഉണ്ടായിരുന്നു സുരേഷിന്, കയറി വരണം. ഇപ്പം അയാൾ രാഷ്ട്രീയത്തിൽ കാണിക്കുന്ന ഈ ആവേശം അന്ന് സിനിമയിൽ അതേപോലെ ഉണ്ടായിരുന്നു. ഞാൻ കയറി വരും, അത് അയാൾ നേടിയെടുത്തു.